വിശ്വാസികൾക്ക് ആത്മശുദ്ധീകരണത്തിന്റെ ദിനരാത്രങ്ങളായി റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കം. ദിവസങ്ങൾക്ക് മുൻപേ ആരാധനാലയങ്ങളും വീടും പരിസരവും വൃത്തിയാക്കി, ഒപ്പം മനസ്സും ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഈ പുണ്യങ്ങളുടെ പൂക്കാലം. മാസപ്പിറവി കാണാതിരുന്നതിനാൽ ശഅബാൻ 30 പൂർത്തിയാക്കിയാണ് നോമ്പിലേക്ക് കടന്നത്. ഇനി ഒരു മാസക്കാലം പ്രാർത്ഥനാ നിർഭരം. ഒപ്പം ഇഫ്താർ സംഗമങ്ങളുടെയും സാമൂഹ്യ കൂട്ടായ്മകളുടെയും സൗഹൃദക്കാലം കൂടിയാണിത്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് ഖലീൽ തങ്ങൾ. ആദ്യം വ്യക്തി നന്നാവുകയാണ് വേണ്ടത്. വ്യക്തി ശുദ്ധീകരണം, അതിൻ്റെ മനസ്സ് സർവ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി ഈ നാടിൻ്റെ സംരക്ഷകനായി ജീവിക്കും. പ്രത്യേക നിശാനിസ്കാരമായ തറാവീഹിന് പള്ളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ് റംസാൻ. അതുകൊണ്ട് തന്നെ പഠനവും പാരായണവും പ്രത്യേക പുണ്യം. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത വാഗ്ദാനം ചെയ്യപ്പെട്ട ലൈലത്തുൽ ഖദർ, നിർബന്ധിത ദാനമായ സക്കാത്ത് എന്നിവയെല്ലാം നോമ്പുകാലത്തെ വിശുദ്ധമാക്കും. കാരുണ്യത്തിൻ്റെ ആദ്യത്തെ 10ഉം പാപമോചനത്തിൻ്റെ 2ാമത്തെ 10ഉം നരകവിമുക്തിയുടെ 3ാമത്തെ 10ഉം പ്രത്യേക ദിക്റുകളും പ്രാർത്ഥനകളും കൊണ്ടാണ് സ്വീകരിക്കുക. ശവ്വാൽ പിറ കാണുന്നതോടെ നോമ്പ് പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷങ്ങളിലേക്ക് കടക്കും. കൈരളി ന്യൂസ്, മലപ്പുറം.